ഹായ് ഓൾ. എത്ര പെട്ടെന്നല്ലേ വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നതും. 2024 ജാനുവരി സ്റ്റാർട്ട് ചെയ്ത ഓർമ്മയുള്ളൂ. അത്രയും പെട്ടെന്നാണ് ഈ ഒരു വർഷം കടന്നു പോണത്. എൻ്റെ ഇപ്പം അടുത്തുള്ളൊരു അനുഭവത്തിൽ ഇത്രയും ഫാസ്റ്റായിട്ട് ഞാൻ ഫീൽ ചെയ്ത ഒരു വർഷം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ചെറുപ്പം മുതലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മന്ത് എന്ന് പറയുന്നത്, ഒരു വർഷത്തിലെ ഒരു മാസം എന്ന് പറയുന്നത് ഡിസംബറാണ്. ആ ഒരു സീസൺ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗിയുള്ള സംഭവങ്ങളും നമ്മുടെ കണ്ണിനും മനസ്സിനും സന്തോഷം തരുന്ന ഒരു ഫീലാണ് ചുറ്റും. നല്ല ക്ലൈമറ്റും എല്ലാം കൊണ്ടും ഇപ്പം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സമയം തന്നെയായിരിക്കും ഡിസംബർ എന്ന് പറയുന്നത്. എന്ത് വിഷമം ഉണ്ടെങ്കിലും ആ ഒരു ഡിസംബർ 1 മുതൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പ്രത്യേകിച്ച് റീസണൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഹാപ്പി. യേശു ജനിച്ച ഒരു ദിവസം എന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു വർഷം അവസാനിക്കുകയാണ്. നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഇത് കഴിഞ്ഞു പോയി, ഇനിയൊരു പുതിയ വർഷം വരിക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഇമോഷൻസിൻ്റെ ഒരു മിക്സഡ് ഇമോഷൻസാണ് ഈ ഒരു ഡിസംബർ എന്ന് പറയുമ്പോൾ വരുന്നത്. പിന്നെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഡിസംബർ എന്ന് പറഞ്ഞ ഒരു ക്രാഫ്റ്റിൻ്റെ ചാകരയാണ്. എത്ര ചെയ്താലും മതിയാവാത്തൊരു ഫീല്. അങ്ങനെയും ചെയ്യാലോ, ഇത് ചെയ്യാലോ, വെറൈറ്റി ഓഫ് ക്രാഫ്റ്റ്, ചെറുത് മുതൽ വലുത് വരെ ഇഷ്ടം പോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സീസൺ കൂടിയാണ് ഡിസംബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ക്രാഫ്റ്റിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് സ്റ്റാർ തന്നെയാണ്. സ്റ്റാറില്ലാതൊരു ഡിസംബർ ആലോചിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം മോളുടെ സ്കൂളിൽ സ്റ്റാർ മേക്കിംഗ് കോമ്പറ്റീഷൻ ഈ സ്റ്റാറാണ് കേട്ടോ ഉണ്ടാക്കി കൊണ്ടുപോയത്. എല്ലാവർക്കും അറിയുന്ന സ്റ്റാർ തന്നെയാണ്. സിമ്പിളാണ്, അത്ര സിമ്പിളല്ല, കുറച്ച് ടൈം എടുത്തിട്ട് നീറ്റായിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ ഇഷ്ടമുള്ള കളറിൽ A4 എടുക്കാം. ഒരു 9 എണ്ണമാണ് വേണ്ടത്. എത്ര സൈസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒരു 9 A4 എടുത്തിട്ട് നമ്മൾ പേപ്പർ ബാഗ് ഉണ്ടാക്കില്ലേ, അതേപോലെ ഫോൾഡ് ചെയ്യാണ് ചെയ്യുക. സെൻറ്റർ മടക്കിയിട്ട് 2 സൈഡിലും ഗമ്മ് വെച്ച്, ഞാനിതിൽ മെഷർമെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ശരിക്കും ഒരു പേപ്പർ ബാഗ്, കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി കിട്ടുന്ന പോലത്തെ ഒരു ബാഗ് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം ഞാൻ ഒരുമിച്ചല്ല കേട്ടോ ചെയ്ത് വയ്ക്കുന്നത്. അറ്റ് എ ടൈം ഇരുന്നിട്ട് ഫുൾ സ്റ്റാർ ഉണ്ടാക്കാറില്ല. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്നോ രണ്ടെണ്ണോ 2 സെറ്റോ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ നമ്മുടെ പേപ്പർ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ 9 എണ്ണമാണ് കേട്ടോ വേണ്ടത്. എന്തെങ്കിലുമൊക്കെ വെയിറ്റ് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഫോൾഡൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസൈൻ, ഈ ഹോളൊക്കെ വേണ്ട സ്റ്റാറിന്, അതാണ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. ഡിസൈൻ വരയ്ക്കണ സമയത്ത് 2 ഹോള് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഇടണം, ഇല്ലെങ്കിൽ നമ്മൾ വെട്ടുമ്പോൾ എല്ലാം കൂടി ഒറ്റ ഹോളായി മാറും. അപ്പോൾ ഏത് ഡിസൈൻ വരയ്ക്കുകയാണെങ്കിലും ചെറിയ സ്പേസ് ഇട്ടിട്ട് വരയ്ക്കാം. വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ ഒട്ടും ഷാർപ്പനായിരുന്നില്ല. മോൾ എപ്പോഴും എടുത്ത് വെട്ടിയിട്ട് ഞാൻ ചെയ്യണ സമയമാകുമ്പോഴേക്കും എല്ലാ ക്രാഫ്റ്റിൻ്റെ ടൂൾസും മെറ്റീരിയൽസും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാതെയാണ് ഞാനിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. 4 ഫോൾഡ് വരുന്നുണ്ട് ആ ഒരു പേപ്പറിൻ്റെ തിക്നെസ്. അപ്പോൾ സിസേഴ്സ് തീരെ മൂർച്ചയില്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ടൂൾസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാലേ നമുക്കത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടും, ഇല്ലെങ്കിൽ ആകെ ഇറിറ്റേറ്റഡ് ആവും. അങ്ങനെ ഞാൻ തന്നെ എന്നെ അവളി ഒക്കെ വഴക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനത് മുഴുവൻ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരുവിധം ഒരെണ്ണം കട്ട് ചെയ്തെടുത്തു, നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ 9 എണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൽ 9 എണ്ണം കട്ട് ചെയ്യാനായിട്ട് ഇത് ഒരെണ്ണത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നീറ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് മറ്റേത് കട്ട് ചെയ്യണം. ഇതേപോലെ 2 സൈഡും നമുക്ക് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പൺ ചെയ്യുന്ന ഭാഗമില്ല, ആ ഭാഗത്തിലേക്ക് കേട്ടോ ലാസ്റ്റ് പോയിൻ്റ് വരേണ്ടത്, അതൊന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മൾ 9 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഒട്ടിക്കുക വേണ്ടു. ഈ കട്ട് ചെയ്ത് കിട്ടണവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. പിന്നെ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് ആവാറായല്ലോ. അങ്ങനെ സെൻറ്ററിൽ പശ തേച്ചിട്ട് എല്ലാതും ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് കുറച്ച് നേരം വെച്ച് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ഒന്ന് നിവർത്തിയാൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഒരു സൈഡിൽ ഇതേപോലെ ഗമ്മ് തേക്കുക, എന്നിട്ട് അത് ഫോൾഡ് കംപ്ലീറ്റ് ആയിട്ട് നിവർത്തിയിട്ട് 2 സൈഡും കൂടി ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യണം കേട്ടോ, എന്നാലാണ് ആ പശയൊക്കെ നല്ലപോലെ ഒട്ടി സ്റ്റാർ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു ഹോൾ ഇട്ടിട്ട് നൂലിട്ട് തൂക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പഞ്ച് ചെയ്ത് ഒരു ഹോൾ ഉണ്ടാക്കി, പിന്നെ റെഡ് കളറ് നമ്മുടെ നോർമൽ എംബ്രോയ്ഡറി ത്രെഡില്ല, അതെടുത്ത് ജസ്റ്റ് കെട്ടിയിട്ടു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് തൂക്കിയിടാം. നല്ല രസമല്ലേ കാണാൻ. ഞാനിത് കഴിഞ്ഞ വർഷം പല കളർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം നോക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.